വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ അവസാനത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ ആണ്. ദുറൂസുൽ ഇഹ്സാനിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ 1 മുതൽ 7 വരെ, നീ കോപിക്കരുത് എന്നുള്ള 7ാമത്തെ പാഠം വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പാഠങ്ങളുടെ എല്ലാം ഒരു റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ മുഴുവനായി ആവർത്തിച്ച് വായിക്കണം. എഴുതാനുള്ള ഭാഗങ്ങൾ എഴുതിയും ശീലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. 1ാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരാണ് നമ്മുടെ കുടുംബക്കാർ. നമ്മുടെ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ അള്ളാഹു നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുടുംബക്കാരുമായി ബന്ധം പുലർത്താൻ പറ്റുക, ഇക്കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആദ്യമായി പറയുന്നത് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അപ്പൊ കുടുംബക്കാർ ആരാണ്? നമ്മുടെ ഉമ്മയുമായോ ഉപ്പയുമായോ രക്തബന്ധമുള്ളവരാണ്, അവരുടെ ബ്ലഡ് റിലേഷനിലുള്ളവരാണ് നമ്മുടെ കുടുംബക്കാർ. അപ്പൊ അവരുമായി നമ്മൾ എന്ത് ചെയ്യണം? നല്ല ബന്ധം പുലർത്തണം. അങ്ങനെ നല്ല ബന്ധം പുലർത്തിയാൽ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് വലിയ ഇഷ്ടമാകും. ഇനി ഇവിടെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, നമ്മുടെ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുക. 1, റിസ്ക് വിശാലമാകും. നമ്മളെ ഭക്ഷണ വിശാലത അള്ളാഹു തആല ചെയ്തു തരും. റിസ്ക് വിശാലാകും എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, അതുപോലെ താമസിക്കാനുള്ള വീട്, എല്ലാറ്റിലും അള്ളാഹു തആല ഒരു വിശാലത തരും. അതുപോലെ ആയുസ് കൂടും. കുറെ കാലം അള്ളാഹു തആല ആയുസ് നമുക്ക് നീട്ടിത്തരും. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇതൊക്കെയാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ കിട്ടുന്ന ഗുണങ്ങൾ. ഇനി എങ്ങനെയാണ് അവരെ നമ്മൾ ആ ബന്ധം പുലർത്തുക? 1, കുടുംബക്കാരെ സൽക്കരിക്കുക. അവരെ ഇടക്ക് വിളിച്ചെന്ത് ചെയ്യുക? നമ്മൾ സൽക്കാരൊക്കെ ഒരുക്കുക. അവർക്ക് സദക്ക ചെയ്യുക. കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അവരെ സന്ദർശിക്കുക. അവർക്ക് ഹദിയ നൽകുക. ഹദിയ നൽകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് അവർക്ക് നൽകുക. രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അതുപോലെ അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക. അവരുടെ വീട്ടിൽ വല്ല പരിപാടികളോ എന്തെങ്കിലും സന്തോഷ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പോയി പങ്കുകൊള്ളുക. അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് കുടുംബക്കാരുമായി നമ്മൾ ബന്ധം പുലർത്തേണ്ടത്. ഒരു ഹദീസ് പറയുന്നുണ്ട്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ കുടുംബ ബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ. ഇനി കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ 4 എഴുതുക. ഈ പോയിന്റുകളാണ് എഴുതേണ്ടത്. കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ പോയിന്റുകളിൽ നിന്ന് എഴുതുക. ആരാണ് കുടുംബക്കാർ? ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇനി അടുത്ത 2ാമത്തെ പാഠം അയൽവാസികൾ എന്നുള്ളതാണ്. 2ാമത്തെ പാഠം ആരാണ് നമ്മുടെ അയൽവാസികൾ? ആ ഒരു ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ ഇത് മുതൽ ഇതുവരെ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ ആരാണ്? നമ്മുടെ അയൽവാസികളാണ്. ഇവിടെ ഒരു അയൽവാസിയുടെ ഒരു ചരിത്രം, നല്ല 2 അയൽവാസികളെ കുറിച്ചുള്ള ഒരു കഥ ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാൻ എന്ന സ്ഥലത്ത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അയൽവാസി ആരാണ്? ഒരു ജൂതനായ ഒരു അയൽവാസിയാണ്. സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ജൂതൻ തന്റെ വീട് വിൽപ്പനക്ക് വെച്ചു. എത്രയാണ് വില വെച്ചത്? 2000 നാണയം. 2000 നാണയമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ആ വീടിന് വെച്ച വില. പക്ഷെ 1000 നാണയമാണ് വില എന്നും 2000 അധികമാണെന്നും കച്ചവടക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പല ആളുകളും വന്നു, കച്ചവടക്കാരൊക്കെ. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഇതിന് 2000 ഒന്നും ഇല്ല, പിന്നെ എത്രയേ ഉള്ളൂ? 1000 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വീടിന്റെ വില 1000 നാണയമാണ്. പക്ഷേ 1000 നാണയം എന്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ്. അപ്പൊ ഈ വീട് വാങ്ങുന്നവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നല്ലൊരു അയൽവാസിയാണ്. ആരാണ് അയൽവാസി? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ആ നല്ല അയൽവാസിക്കും കൂടെയാണ് അയാൾ എക്സ്ട്രാ 1000 വില നിശ്ചയിച്ചത്. അപ്പൊ ആരാണ് നിങ്ങളുടെ അയൽവാസി എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്ന് ആ ജൂതൻ മറുപടി പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു
വീടിന്റെ വില ജൂതന് നൽകുകയും വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അപ്പൊ ജൂതനായ മനുഷ്യനൊരു സാമ്പത്തിക പ്രയാസം വന്നപ്പോ അയാള് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ സംഭവം അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ വീടിന്റെ വില അദ്ദേഹം നിശ്ചയിച്ച 1000 നാണയം എന്ത് ചെയ്തു? ഈ ജൂതന് കൊടുക്കുകയും വീട് നിങ്ങൾ വിൽക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ ആ അയൽവാസിയെ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു സഹായിച്ചു. അപ്പൊ നമ്മുടെ അയൽവാസി ഏത് മതവിശ്വാസിയായാലും നാം എന്ത് ചെയ്യണം? അവരോട് ഗുണം മാത്രമാണ് ചെയ്യേണ്ടത്. അവരെ സ്നേഹിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. എന്തൊക്കെയാണ് അയൽവാസികളോടുള്ള കടമകൾ? എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്ത് ചെയ്യുക? പുറത്തു കൊടുക്കുക. അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. ഒരു ഹദീസ് പറയുന്നുണ്ട്, ലൈസൽ മുഅ്മിനുല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ആരാണ് നമ്മുടെ അയൽവാസികള്? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളാണ് നമ്മുടെ അയൽവാസികൾ. അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ നിന്ന് 4 ഇവിടെ നമ്മൾ കുറെ പറഞ്ഞു. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ പുറത്തു കൊടുക്കുക, ബഹുമാനിക്കുക, ഗുണം ചെയ്യുക. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ 4 എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 3-ാമത്തെ പാഠം വിരുന്നൂട്ടൽ. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന അതിഥികളെ, നമ്മുടെ ബന്ധുക്കള് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര്, അങ്ങനെ പലരും എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരും, അതിഥികളായിട്ട് വരും. അവരെ എങ്ങനെയാണ് സൽക്കരിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇവിടെ ഒരു പാട്ടുണ്ട്, വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം, വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം, വിരുന്നുകാരാൽ ബറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം, വിരുന്നുകാരവർ റഹ്മത്താണ് എന്നാശയം എന്തൊരു സന്ദേശം. അപ്പൊ ബന്ധുക്കളും മറ്റും നിങ്ങളുടെ വീടുകളിൽ വിരുന്നെത്തുന്നതും അവരുടെ വീടുകളിലേക്ക് വിരുന്നു പോകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അതിഥികളെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ നമ്മൾ ആദരിക്കലും ബഹുമാനിക്കലൊക്കെ എന്താണ്? നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം തരുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് വിരുന്നിന്റെ മര്യാദകള്? 1-ാമത്തത് പ്രസന്ന ഭാവത്തോടെ അവരെ സ്വീകരിക്കണം. അവരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെയാണ് അവരെ സ്വീകരിക്കേണ്ടത്. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അതുപോലെ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. ഈ വരുന്ന ആള് നമ്മൾ വിരുന്ന് പോകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും പോയിട്ട് കിടക്കാനും ഇരിക്കാനൊന്നും പറ്റൂല. പിന്നെയോ ആ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്താണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത്. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ കൊടുക്കണം. വിരുന്നുകാരൻ എന്താണോ ഇഷ്ടമെന്ന് നമ്മൾ മുമ്പ് ചോദിച്ച് അന്വേഷിക്കുക, എന്നിട്ട് അത് ഉണ്ടാക്കി കൊടുക്കലാണ് നല്ലത്. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. അവരെ യാത്ര അയക്കുമ്പോൾ നമ്മുടെ ഗേറ്റിന്റെ അതുവരെ എന്ത് ചെയ്യണം? പോകണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ വരുന്ന അതിഥിയായിട്ട് വരുന്ന ആള് ആ ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന, കിടപ്പാടൊക്കെ ഒരുക്കി തന്ന വീട്ടുകാർക്ക് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളാണ്. ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് 3 എഴുതുക. ഇതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു. പ്രസന്നഭാവത്തോടെ സ്വീകരിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ എന്ത് ചെയ്യുക? വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ 3 എഴുതുക. അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 2 എഴുതുക. ഇവിടെ നമ്മൾ 1-ാമത്തത് പറഞ്ഞതിൽ ഇവിടെ ഈ പോയിന്റ് അതിഥി ശ്രദ്ധിക്കേണ്ടതാണ്. വരുന്ന ആള് എന്താണ്? വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാരൻ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. അതുപോലെ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ വരുന്ന ആള് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 4-ാമത്തെ പാഠം, അദബ് വേണം ഭോജനത്തിലും. ഭോജനം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല മര്യാദ പാലിക്കണം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകളുണ്ട്. എന്തൊക്കെയാണത്? 1, കഴിക്കുന്ന ഭക്ഷണം ഹലാലും തയ്യൂബുമായിരിക്കുക. നല്ല
നല്ല ഭക്ഷണമായിരിക്കണം. അതുപോലെ നല്ല രൂപത്തിൽ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണം വാങ്ങേണ്ടത്, കഴിക്കേണ്ടത്. അപ്പോഴാണ് ആ ഭക്ഷണം ഹലാലും തയ്യിബുമായിരിക്കുക. പിന്നെയോ, ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക. അപ്പൊ ഇത് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ. രണ്ട് കൈകളും വായയും കഴുകണം. ഇരുന്ന് കഴിക്കണം. വലത് കൈ കൊണ്ട് കഴിക്കുക. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. ഇനി തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാലോ? എപ്പോഴാണ് ഓർമ്മ വരുന്നത്? അപ്പോ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലണം. ഇനിയോ, അല്പാൽപമായി കഴിക്കണം. ആർത്തിയോടെ ഒന്നായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കഴിക്കാൻ പാടില്ല. അതുപോലെ നന്നായി ചവച്ച് കഴിക്കണം. ധൃതി കാണിക്കാതിരിക്കുക. തന്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. നമ്മുടെ പ്ലേറ്റിന്റെ അടുത്ത ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ കഴിച്ചു തുടങ്ങേണ്ടത്. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കണം. താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. പിന്നെയോ, സംഘമായി ഭക്ഷണം കഴിക്കുക. അതിലൊക്കെ വലിയ ബർക്കത്ത് അല്ലാഹു തആല ചെയ്യും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. കഴിച്ചതിന് ശേഷം ഉപ്പില്ലായിരുന്നു അല്ലെങ്കിൽ മധുരില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ചു വൃത്തിയാക്കി കഴിക്കുക. ശേഷം കയ്യും വായയും കഴുകുക. ഇതെല്ലാം എന്താണ്? നമ്മൾ ഭക്ഷണത്തോട് കാണിക്കേണ്ട മര്യാദകളാണ്. ഇനിയോ, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലണം. ഈ ദിക്റും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണ്ടേ? ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിനൊക്കെ വേണ്ടി. ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം? നമ്മൾ അവസാനം പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളിൽ നിന്ന് 4 എഴുതുക. നമ്മളിവിടെ കുറേ മര്യാദകൾ പറഞ്ഞു. ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഇനി ഭക്ഷണം താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കണം, എന്നിട്ട് കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വിരലുകളൊക്കെ ഓമ്പണം. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയണം. ഇനി അടുത്തത്, സ്വഭാവത്തിലാണ് സൗന്ദര്യം. നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവും അതുപോലെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ജനങ്ങളൊക്കെ നമ്മ എന്ത് ചെയ്യും? ഏറെ ഇഷ്ടപ്പെടും, അല്ലെ? അന്ത്യദിനത്തിൽ നന്മയും തിന്മയും തോക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം അനുഭവപ്പെടും നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള നന്മ ഏതാണ്? അതാണ് സൽസ്വഭാവം. അപ്പൊ നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടും. സ്വർഗം, അല്ലെ, അന്ത്യദിനത്തിൽ നമ്മുടെ നന്മകളൊക്കെ തൂക്കുന്ന സമയത്ത് തുലാസിൽ വലിയ ഭാരം തൂക്കും. സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്താണ് ഈ സ്വഭാവം? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. ഈ ഒരു നിർവചനം വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. ഇനി സൽസ്വഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെ? പുഞ്ചിരിക്കുന്ന മുഖം, ആരും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്, നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ ഒരു താങ്ക്സ് പറയാനുള്ള മനസ്സ്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്, തെറ്റില്ലെന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം, ഇതൊക്കെ നല്ല സൽസ്വഭാവമുള്ളവരുടെ അടയാളങ്ങളാണ്. ഇനി സൽസ്വഭാവം ഉണ്ടാവാനും നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് പിൻപറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ആരാണ്? മുത്തുനബിയാണ്. അപ്പൊ ആ മുത്തുനബിയുടെ സ്വഭാവം നമ്മൾ പഠിച്ച് അതിനെ പിൻപറ്റുക. അപ്പൊ നമുക്കും നല്ല സ്വഭാവം ഉണ്ടാക്കാൻ പറ്റും. സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക. അപ്പൊ നമ്മുടെ കൂട്ടുകാർ എങ്ങനത്തെ ഉള്ളവരായിരിക്കണം? സൽസ്വഭാവികളായിരിക്കണം. സൽസ്വഭാവം ഉണ്ടാവാൻ നാം ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുള്ള ദുആ ഇതായിരുന്നു, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളും എന്ത് ചെയ്യണം? ഈ ദുആ ചെയ്യണം. സൽസ്വഭാവം എന്നാൽ എന്താ? നല്ല വാക്കുകള്, നല്ല പ്രവർത്തികള്, അതിനൊക്കെ പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവി ആരാണ്? മുത്തുനബിയാണ്. നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന നന്മ ഏതാണ്? സൽസ്വഭാവമാണ്. സൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം നമ്മൾ പറഞ്ഞു? പുഞ്ചിരിക്കുന്ന മുഖം, അല്ലെ, അതുപോലെ ആരും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്. ആ പോയിന്റുകളാണ് അവിടെ എഴുതേണ്ടത്. സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ എന്തൊക്കെയാണ്? നിബിധങ്ങളെ കുറിച്ച് പഠിക്കുക, ആ ചര്യ പിൻപറ്റുക, അതുപോലെ നല്ലവരുമായി കൂട്ടുകൂടുക, ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 6ാമത്തെ പാഠം, ഖൽബിന് കാവലിരിക്കാം. നമ്മുടെ
പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് ഇത് കൽബ്. ഖാഫാണ് കൽബ്, കൽബ്. അപ്പൊ ശുദ്ധമായ കൽബുള്ളവൻ നല്ല മനുഷ്യനായിരിക്കും. ദുഷിച്ച കൽബുള്ളവനോ അത് ചീത്ത മനുഷ്യനുമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം, കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, ഹൃദയം എന്ത് ചെയ്യണം? നമ്മൾ ശുദ്ധമാക്കണം. ആ ഹൃദയം ശുദ്ധമായാൽ ആ മനുഷ്യൻ നല്ല ശുദ്ധിയുള്ള നല്ല മനുഷ്യനായിരിക്കും. ആ ഹൃദയം മോശമായാലോ ആ മനുഷ്യൻ നശിച്ച മനുഷ്യനായിരിക്കും, മോശപ്പെട്ട ആളായിരിക്കും. അള്ളാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ ഷിർക്ക്, ഇനി കൽബിന് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഷിർക്ക്, റിയാ, കിബർ, ബുഖ്ല് തുടങ്ങിയ തിന്മകളിൽ നിന്ന് കൽബിനെ നാം കാത്തു സൂക്ഷിക്കണം. അപ്പൊ ഈ പറയപ്പെട്ട രോഗങ്ങളൊന്നും നമ്മുടെ കൽബിനെ ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മനുഷ്യനാവാൻ പറ്റും. എന്താണ് ഇവിടെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ പോലെ മറ്റൊരാളുണ്ടെന്നോ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊന്നുണ്ടെന്നോ ഉള്ള വിശ്വാസമാണ് ഷിർക്ക്. അപ്പൊ നമ്മുടെ ഇബാദത്ത് ആർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്. അപ്പൊ വേറൊരാളും കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കൽ, അതിനാണ് എന്ത് പറയാ? ഷിർക്ക് എന്ന് പറയാ. ആ ഷിർക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, വലിയ പാപമാണ്, അള്ളാഹു പുറത്തു തരാത്ത കുറ്റമാണ്. അപ്പൊ ഷിർക്കിൽ നമ്മുടെ കൽബിനെ സംരക്ഷിക്കണം. അതുപോലെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക? മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക. ഇപ്പൊ ഞാനൊരാൾക്ക് ഒരു 500 രൂപ സദക്ക കൊടുക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക? മറ്റുള്ളവരൊക്കെ കാണുന്ന രൂപത്തിൽ ഞാൻ കൊടുക്കുക. അതൊന്നും നല്ലതല്ല. അതിനാണ് എന്ത് പറയാ? റിയാ എന്ന് പറയാ. ഇനിയോ സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസാരമാക്കലുമാണ് കിബർ. ഞാനാണ് വലിയ ആള് എന്നുള്ളൊരു ചിന്ത, അതിനാണ് കിബർ എന്ന് പറയുന്നത്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനിയോ സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് ബുഖ്ല്. കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആള് വന്നാൽ എന്ത് ചെയ്യുക? കൊടുക്കാതെ പിടിച്ചു വെക്കുക. അതിനാണ് ബുഖ്ല് എന്ന് പറയാ. അപ്പൊ ഇതൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനി കൽബിനെ നന്നാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ദുഷിച്ച കൽബിനെ നന്നാക്കാനുള്ള മാർഗങ്ങൾ നല്ല കാര്യങ്ങൾ ശീലമാക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങളുമായിട്ട് ഏർപ്പെടുമ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ മനസ്സു പോകൂല. തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക. സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അതുപോലെ നല്ലവരോട് സഹവസിക്കുക. ദിക്റും സലാത്തും ശീലമാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ കൽബിന് ഇത്തരം രോഗങ്ങൾ പിടിപെടാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. മുത്തനബി പറയാണ്, അലാ നിങ്ങൾ അറിയണേ, വ ഇന്ന ഫിൽ ജസദി മുദ്ഗ നിങ്ങളുടെ ശരീരത്തിൽ എന്തുണ്ട്? ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു അത് നന്നായാൽ എന്ത് ചെയ്യും? ശരീരം മുഴുവൻ നന്നാവും. എന്നാലോ വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അത് മോശമായാൽ, കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവരും. അലാ അറിയണേ വഹിയൽ ഖൽബ് അതാണ് ഹൃദയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൽബിനെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കണം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഏതാണ്? കൽബാണ്. കൽബിനെ ദുഷിപ്പിക്കുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഷിർക്ക്, റിയാ. നമ്മൾ കുറെ പറഞ്ഞല്ലോ, ഏതും പറയാം. അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി ആരാധന ചെയ്യലാണ് എന്ത്? റിയാ. സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസാരമാക്കലുമാണ് എന്ത്? കിബർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കുറയാത്ത സലാത്ത്, 10ൽ കുറയാത്ത സലാത്ത് എല്ലാ ദിവസവും ചെല്ലാം. അത് ശീലമാക്കണം. ഇനി ഇവിടെ ഒന്നിച്ച് പാടാം. ഇൽമ് പഠിക്കും മക്കൾ നാം, കൽബിൽ നൂറ് നിറക്കും നാം. ഈ പാട്ടൊക്കെ വിദ്യാർത്ഥികൾ പാടി പഠിക്കുക. ഇനി അവസാനത്തെ പാഠം, നീ കോപിക്കരുത്. നീ കോപിക്കരുത്. കോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യപ്പെടുക. നീ കോപിക്കരുത്. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴോ നബിയുടെ മേല് കര ഉരമുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹാർഡായിട്ടുള്ള ഒരു പുതപ്പ്. ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുതപ്പ് ഇങ്ങോട്ട് ശക്തിയായി പിടിച്ചു വലിച്ചു. അത് കഴുത്തിൽ അടയാളം വരുത്തി. ഹാർഡായിട്ട് പരിക്കനായിട്ടുള്ളതല്ലേ, അതിങ്ങോട്ട് ശരീരത്തിൽ ഉരഞ്ഞാൽ എന്ത് ചെയ്യും? മുറി വരും അല്ലെ? അങ്ങനെ അടയാളം വരുത്തി. ശേഷം അയാൾ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പക്കലുള്ള അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ പറയൂ. അദ്ദേഹത്തിന് സാമ്പത്തിക ആവശ്യമുണ്ട്, പക്ഷെ മാന്യായിട്ടല്ല വന്ന് ചോദിക്കണത്. വളരെ ദേഷ്യത്തോടു കൂടെ എന്ത് ചെയ്യാണ്? അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് ആവശ്യമായത് നൽകാൻ സഹാബികളോട് നിർദ്ദേശം നൽകി. മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് എന്നതാണ് ഈ സംഭവത്തിലെ ഗുണപാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ ദേഷ്യപ്പെട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു പക്ഷെ വലിയ അടിപിടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? വളരെ മാന്യമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അയാളെ എതിരേറ്റു.
കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെ? ഒന്ന്, മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാവും. നമ്മളെപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഉണ്ടാവില്ല, നമ്മോട് ഇഷ്ടം ഉണ്ടാവില്ല, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാവും. കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും അല്ലെ? ദേഷ്യം എന്നുള്ളത് പിശാചിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോ അത് ഏതുവരെ സംഭവിക്കാൻ കാരണമാകും? കൊലപാതകം വരെ സംഭവിക്കാൻ അത് കാരണമാക്കും. എന്നും ഖേദിക്കാൻ ഇടയാക്കും. നമ്മളിപ്പോ ദേഷ്യപ്പെട്ട ഒരാളോട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഞാനിപ്പോ എന്തിനാണ് അയാളോട് ദേഷ്യപ്പെട്ടത് എന്നുള്ള ഒരു ഖേദം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെയോ നരകത്തിൽ കടക്കാൻ കാരണമാകും. കാരണം ഈ കോപം, ദേഷ്യം എന്നുള്ളത് പിശാചിന്റെ സ്വഭാവമാണ്. അപ്പൊ ആ ദേഷ്യമുള്ള ആളുകൾ, ആ ഒരു സ്വഭാവമുള്ള ആളുകൾ എവിടെയായിരിക്കും? നരകത്തിൽ കടക്കാൻ കാരണമാകും. ഇനിയോ കോപം അടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. കോപം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ ദിക്ർ ചൊല്ലുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. നിൽക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നിരിക്കുക, അപ്പൊ ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു വരും. ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക. വുളൂ ചെയ്യുക. കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കുക. ഈ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇനി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയിൽ ജയിക്കുന്ന ആളല്ല നല്ല ശക്തിമാൻ, പിന്നെ ആരാണ്? ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉത്തരം എഴുതാം. കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെ? നമ്മളിവിടെ പറഞ്ഞു, മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാവും, കൊലപാതകം വരെ സംഭവിക്കാൻ പറ്റും. ഈ പോയിന്റുകൾ എഴുതാം. കോപം അടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, അങ്ങനെ കുറെ പോയിന്റ് പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഏതെങ്കിലും എഴുതുക. പിന്നെ ലൈസ ശദീദു ബിസ്സുറഅ എന്നുള്ള ഈ ഹദീസിന്റെ ആശയം മനസ്സിലാക്കുക. ഇത്രയും പാഠങ്ങൾ, ഈ 7 പാഠങ്ങളാണ് 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നാളെ ദുറൂസുൽ ഇഹ്സാനിൽ പഠിച്ചു തീർക്കേണ്ടത്. നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുക, എഴുതി ശീലിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.